നമ്മളുടെ ഈ വർഷത്തെ ക്രിസ്മസ് ഇങ്ങ് അടുത്ത് വരികയാണ്. ഇന്ന് ഡിസംബർ 10. ഇനിയിപ്പോൾ 15 ദിവസമേ ഉള്ളൂ ക്രിസ്മസിന്. നമ്മൾ അതിൻ്റെ ഒരുക്കത്തിലാണ്. ക്രിസ്മസിൻ്റെ പുൽക്കൂട് ഉണ്ടാക്കുന്നതിൻ്റെയൊക്കെ ഒരുക്കത്തിലാണിപ്പോൾ. പുൽക്കൂട് ഉണ്ടാക്കാൻ വേണ്ടി ഒരു കാർട്ടൺ ബോക്സ് ഈ രീതിയിൽ അളന്ന് മുറിച്ചെടുക്കണം. കവാടവും ജനലും കൃത്യമായിട്ട് അളവായിരിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും അളവ് തെറ്റിപ്പോകരുത്. ഒരു ടേപ്പ് എടുത്ത് കൃത്യമായിട്ടുള്ള അളവ് എടുത്ത് അതെല്ലാം ഇങ്ങനെ മുറിച്ചെടുക്കുമ്പോൾ നമുക്ക് ആ ഒരു കൂടിൻ്റെ ഒരു അടിത്തറ, ഒരു ബേസ്മെൻറ്റ് നമുക്ക് കിട്ടും. ഇങ്ങനെ എടുത്തു കഴിയുമ്പോൾ നമുക്കിങ്ങനത്തെ ഒരു കഥ കിട്ടുന്നത്. ഇനിയിപ്പോൾ നമുക്കതിനൊരു പെയിൻ്റ് അടിക്കണം. പെയിൻ്റ് അടിക്കാനായിട്ട് നമുക്ക് ബ്ലാക്ക് പെയിൻറ്റിൽ അടിച്ചാൽ കിട്ടത്തില്ല. അതുകൊണ്ട് നീല പെയിൻ്റ് എടുത്തിട്ട് അതിനകത്തേക്ക് അല്പം ബ്ലാക്ക് പെയിൻറ്റ് മിക്സ് ചെയ്ത് നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം ഇങ്ങനെ അടിച്ചു കൊടുക്കണം. പിന്നെ അതിന് ജനൽ വേണ്ടേ. ജനലിൻ്റെ അളവെടുത്ത് ഈ രീതിയിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ജനൽ കമ്പിക്ക് ഈർക്കിലാണ് ഉപയോഗിക്കുന്നത്. ഈർക്കിൽ ഒട്ടിച്ച് ഈ രീതിയിൽ ചെയ്തെടുക്കും. ഇനിയിപ്പോൾ നമുക്ക് അതിന് ഇഷ്ടിക വേണം. ഇഷ്ടിക കൊണ്ട് കെട്ടുന്ന രീതിയിലാണ് നമ്മൾ പുൽക്കൂട് അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ റെഡ് പെയിൻറ്റിനകത്തേക്ക് അല്പം ബ്ലാക്ക് പെയിൻറ്റ് മിക്സ് ചെയ്തതിന് ശേഷം ഇങ്ങനെ പെയിൻ്റ് അടിച്ചിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കും. കണ്ടോ? അപ്പോൾ ഇഷ്ടികയുടെ ഒരു കറക്റ്റ് ലെവലിൽ കിട്ടും. പിന്നെ പച്ച തേച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ച് വെക്കണം. ഇങ്ങനെ ഒട്ടിച്ച് അല്പം സമയമെടുക്കും ഫുള്ളായിട്ട് ഒട്ടിച്ചെടുക്കാനായിട്ട്. കണ്ടോ? ഈ രീതിയിലാണ് നമുക്ക് ആ ഒരു ഇത് കിട്ടുന്നത്. ഇച്ചിരി കഷ്ടപ്പാടുണ്ട്, എന്നാലും അല്പസമയം നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ആ ഒരു രീതി നമുക്ക് ഒട്ടിച്ചെടുക്കാൻ പറ്റും. പിന്നെ നമുക്കിതിന് ടോപ്പ് വേണം. ടോപ്പിന് നമ്മൾ കാട്ടൺ തന്നെ ബോക്സ് എടുത്തിട്ട് ഈ രീതിയിൽ നമ്മൾ ഇങ്ങനെ ടോപ്പിൽ 4 വശമുണ്ടല്ലോ, 4 വശവും ഇങ്ങനെ ചെയ്തെടുക്കും. അതിനുശേഷം മുകളിൽ കച്ചിൽ നിരത്തും. കച്ചിൽ ഒക്കെ കിട്ടാൻ നേരെ പാടായതുകൊണ്ട് നമ്മൾ ഫ്രൂട്ട്സ് കടയിൽ പോയി ഒരുപാട് ദൂരെ പോയി ഫ്രൂട്ട്സ് കടയിൽ നിന്നാണ് കച്ചിലെടുത്തത്. കച്ചിൽ നിരത്തി അതിൻ്റെ മുകളിൽ ടേപ്പ് കൊണ്ട് ഒട്ടിച്ച് ടൈറ്റ് ചെയ്തതിന് ശേഷം കത്രിക കൊണ്ട് ഇങ്ങനെ ഒരു സ്കെയിൽ വെച്ച് വെട്ടി മാറ്റും. അങ്ങനെ തള്ളി നിൽക്കുന്ന കച്ചിലൊക്കെ വെട്ടി ലെവൽ ചെയ്യും. ലെവൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിങ്ങനത്തെ ആ ഒരു കൂട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. കണ്ടോ? ഇനിയിപ്പോൾ നമുക്ക് ഒരു കിണർ വേണം. കിണറിന് നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി എടുത്തിട്ട് പകുതി വെച്ച് മുറിച്ച് കളഞ്ഞിട്ട് അതിനകത്ത് വെള്ളം എടുക്കണം. ടൈൽസിൻ്റെ പീസിൻ്റെ മുകളിൽ വെച്ചിട്ട് അടിയിൽ സിമൻറ്റ് ഗ്രൗട്ട് തേച്ചതിന് ശേഷം ഇങ്ങനെ ചെറിയ മെറ്റിൽ നിരത്തി മുകളിൽ കൊണ്ടുവരണം. ഇടയ്ക്ക് സിമൻറ്റ് ചേർക്കുക, മെറ്റിൽ കൊടുക്കുക. ഉണ്ടോ? ഇങ്ങനത്തെ ഒരു കിണർ നമുക്ക് കിട്ടും. ഉണ്ടോ? 2 ദിവസം കൊണ്ട് ലെവലാകും. ഇത് നമ്മുടെ അടുത്ത ധ്യാൻ എന്ന് പറയുന്ന പയ്യൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ചെയ്യാൻ വേണ്ടി. പിന്നെയാണ് പാലമാണ് വേണ്ടത്. പാലത്തിനും ഇത് തന്നെയാണ്. കാട്ടൺ എടുത്ത് റൗണ്ടിൽ വെട്ടിയെടുത്തതിന് ശേഷം മുളയുടെ ചെറിയ കമ്പുണ്ട്. ആ കമ്പ് കട്ടർ കൊണ്ട് മുറിച്ചെടുത്ത് ഇതിന് മുകളിൽ പ്ലാസ്റ്റിക് കൊണ്ട് ഒട്ടിച്ച് വയ്ക്കും. ഇതുപോലെ ഉണ്ടോ? അപ്പോൾ നമുക്കൊരു പാലമായി. ഇതിൻ്റെ എല്ലാം അവസാനം നമ്മൾ പെയിൻറ്റ് ചെയ്താണ് നമ്മൾ ഇതൊക്കെ മറവ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. പിന്നെ നമുക്ക് മല വേണ്ടേ. മലയ്ക്ക് ചെടിച്ചട്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചിട്ടിട്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ ലുങ്കി എടുത്തിട്ട് പ്ലാസ്റ്റർ ഓഫ് പാരിസും സിമെൻറ്റും കൂടി മിക്സ് ചെയ്ത് കലക്കിയെടുക്കും. അതിനകത്തേക്ക് ഈ ലുങ്കി മുക്കിയിട്ട് പൊക്കിയെടുക്കും. എല്ലാ ഭാഗത്തും പിടിക്കാൻ ശ്രദ്ധിക്കണം. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കും. കേട്ടോ? ഇതിൻ്റെ മുകളിൽ ബ്ലാക്ക് പെയിൻറ്റ് ചെയ്യും നമ്മൾ. അപ്പോൾ ഇങ്ങനെ മലയുടെ ആ ഒരു ഷേപ്പും കിട്ടി. പിന്നെ നമുക്കൊരു തോട് വേണം. തോടിന് സിമെൻറ്റ് കുഴി എടുത്തിട്ട് ലെവൽ ചെയ്യും. കുഴിയെടുത്ത് തോടിൻ്റെ ഷേപ്പാക്കിയിട്ട് അതിനകത്തേക്ക് നമ്മൾ സിമെൻറ്റ് ഗ്രൗട്ട് മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് തേച്ച് പിടിപ്പിക്കണം. ഇന്നിപ്പോൾ 19 ഇന്ന് 20 ഡിസംബർ 20. നമ്മളിന്ന് ദിന വിതയ്ക്കുകയാണ്. നമ്മളിന്ന് ദിന വിതച്ചെന്നാൽ നമുക്കൊരു 24 ആകുമ്പോൾ ദിന പൂർണ്ണമായിട്ടും കിളുത്ത് വരും. ഇതൊരു നമ്മുടെ പുൽക്കൂട് വെക്കുന്ന മുകളിലാണ് വെക്കുന്നത്. അപ്പോൾ താഴത്തുനിന്ന് ഒരു സ്റ്റെപ്പ് കൊടുക്കണം. ആ സ്റ്റെപ്പിൻ്റെ സാധനമാണിത്. ഒരു ചെറിയ കാട്ടൺ മുറിച്ചെടുത്തിട്ട് അതിനകത്തേക്ക് ഒരു മുളങ്കമ്പ് വെട്ടി ഒട്ടിച്ചിട്ട് ആ മുളങ്കമ്പിലും കാട്ടിലും കൂടി പച്ച വെച്ചിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കും. ഈ രീതിയിൽ നമുക്ക് കണ്ടോ? ഇതാണ് നമ്മുടെ കിണറിന് ഒരു കപ്പി വേണം. കപ്പിക്ക് ഉള്ള ഒരു സ്റ്റാൻഡാണ് കൊടുത്തേക്കുന്നത്. ഏകദേശം നമ്മുടെ എല്ലാ കാര്യം റെഡിയായിരിക്കുകയാണ്. നമ്മളുടെ ക്രിസ്മസിൻ്റെ 24 വൈകിട്ടത്തെ ആ ഒരു കാഴ്ചയാണിത്. പുൽക്കൂട്, കിണർ, കപ്പി, തോട്. ഈ വർഷത്തെ ഹൈലൈറ്റ്സാണ് ഇങ്ങനെയുള്ള നമ്മളുടെ ഈ കിണറും
പാലവും ഇതൊക്കെ ഒരുപാട് പേര് കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു വീട്ടിലൊക്കെ. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടു. എനിക്ക് തോന്നുന്നു ഒരു 15 ദിവസം നമ്മളിങ്ങനെ ചെയ്തപ്പോഴാണ് നമുക്ക് ഈ രീതിയിലുള്ള ഒരു കാഴ്ചകൾ കാണാൻ സാധിച്ചത്. കൂടും ആട്ടിടയന്മാരും രാജാക്കന്മാരും ഉണ്ണീശോ ഔസേപ്പിതാവ് മാതാവ് എല്ലാവരെയും വെച്ച് നമ്മളെല്ലാ വർഷവും വീട്ടിൽ നമ്മൾ വെള്ള നക്ഷത്രമാണ് ഉപയോഗിക്കുന്നത്. വെള്ള നക്ഷത്രമാകുമ്പോൾ കുറച്ച് ഭംഗിയായിരിക്കും. പ്രത്യേകം സ്റ്റാൻഡൊക്കെ എടുത്തുകൊണ്ട് മുകളിലേക്ക് വെള്ള നക്ഷത്രം നമ്മൾ തൂക്കിയിടും. ഇതിപ്പോൾ 24-ാം തീയതി വൈകിട്ടത്തെ ആ ഒരു ഇതാണ്. ഇനിയിപ്പം നമുക്ക് പകലത്തെ കാഴ്ചയിലേക്ക് പോകാം. കണ്ടോ, നമ്മൾ ഈ നമ്മുടെ തോടിൻ്റെ അടിയിൽ കൂടി വെള്ളം ഒഴുകി വരുന്ന ഒരു ഇതാണ്. വേറെ ഒന്നുമല്ല, ഇത് ആ മലയോട് ചേർന്നുകൊണ്ട് നമ്മളൊരു പൈപ്പുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഒരു ചെറിയ ഒരു വെള്ളം ഇങ്ങനെ വീഴുന്ന ഒരു ഇതാണിത്. ആ വെള്ളം വീഴുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് തോന്നുന്ന ഒരു ഇതാണ്, ഇങ്ങനെ വെള്ളം ഒഴുകുന്നതായിട്ട് തോന്നും. ഇതിപ്പം നമ്മളൊരു പൈപ്പ് എടുത്തിട്ട് ഒരു ചേമ്പിൻ്റെ ഒരു തണ്ടാണ് ഇങ്ങനെ നീളത്തിൽ അതിനകത്തൊരു ഹോൾ ഇട്ടിട്ട് ആ പൈപ്പുമായിട്ട് കണക്ട് ചെയ്ത് കഴിയുമ്പോഴാണ് ഇങ്ങനത്തെ ആ ഒരു വെള്ളം ഒഴുകുന്ന ആ ഒരു രീതി നമുക്ക് തോന്നുന്നത്. പകലൊക്കെ നല്ല രസമാണ്. ഇത് പുല്ലെല്ലാം നല്ല കറക്റ്റായിട്ട് കിളുത്തിട്ടുണ്ട്. പുല്ല് നേരത്തെ എനിക്ക് തോന്നുന്നു ഒരു 16-ാം തീയതിയൊക്കെ പുല്ല് തിനെ വിതയ്ക്കുവാണെങ്കിൽ 24-ാം തീയതി ആകുമ്പോൾ പുല്ലൊക്കെ വളർന്ന് ചീഞ്ഞ് ഇങ്ങനെ ഒടിഞ്ഞു പോകും. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. 20-ാം തീയതി തന്നെ തിനെ വിതയ്ക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം തളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ 24-ാം തീയതി ആകുമ്പോൾ കറക്റ്റായിട്ട് പുല്ല് കിളുത്ത് വരും. നമ്മൾ ആ വെച്ച ആ സ്റ്റെപ്പാണത്. സ്റ്റെപ്പ് നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പാലത്തിന് ആദ്യം പെയിൻറ്റ് ചെയ്ത് നോക്കി, പക്ഷേ പെയിൻറ്റ് നോക്കി തോന്നി പെയിൻറ്റ് ചെയ്യേണ്ടെന്ന് തോന്നി. പിന്നെ സൈഡിൽ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്, റെഡ് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് സൈഡിൽ. അതും റെഡ് പെയിൻറ്റിൽ ബ്ലാക്ക് മിക്സ് ചെയ്താണ് അടിച്ചു കൊടുക്കുന്നത്. മലയാണ് ഞാൻ ബ്ലാക്ക് പെയിൻറ്റ് മുകളിൽ അടിച്ചിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ ഇപ്പോൾ ക്രിസ്മസ് കഴിഞ്ഞു, ഇന്നിപ്പോൾ 27-ാം തീയതി ആയി. പക്ഷേ ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത് വെച്ചെന്നാൽ ഇത്തവണ ചെയ്ത വീഡിയോ അല്ലേ, അടുത്ത വർഷത്തേക്ക് ഈ വീഡിയോ ചിലപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോയെന്നിരിക്കും. അപ്പോൾ ക്രിസ്മസ് കഴിഞ്ഞെങ്കിലും ഞാനിപ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുകയാണ്. കാരണം ഇനി നിങ്ങൾക്കിത് ഈ വീഡിയോ ഉപകാരപ്പെടട്ടെ. അടുത്ത വർഷത്തേക്കാണെങ്കിലും എൻ്റെ യൂട്യൂബ് ചാനലിൽ ഈ വീഡിയോ സേവ് ആകും. അപ്പോൾ അടുത്ത വർഷം സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്കിത് കിട്ടും. നിങ്ങൾക്കിതുപോലെ ചെയ്യാൻ പറ്റും. കുറച്ച് കഷ്ടപ്പാടും ഒക്കെ ഉണ്ടെന്നാലും വലിയ കുഴപ്പമില്ല. നല്ല രീതിയിൽ നമുക്ക് ഇത് ചെയ്യുവാണെങ്കിൽ നല്ലൊരു ഫലം ഉണ്ടാകും. ഒരുപാട് പേർക്ക് ഇങ്ങനെയുള്ള ഒരു പെട്ടെന്നൊക്കെ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അതെല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാനും അതൊക്കെ ഉൾക്കൊണ്ട് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.